ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും ഐശാൽ മേക്സിന്റെ അല്ലെങ്കിൽ ഐശാൽ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടല്ലോ, നമ്മളെ ഷാളാണ്. ഇത് ഞാനൊരു ബ്ലാക്കില് ഞാൻ നിങ്ങൾക്ക് തരാൻ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിരുന്നു. അപ്പൊ പിന്നെ ഇട്ടപ്പോ ഇവരൊക്കെ പറയണ നല്ല രസമുണ്ട്, നിങ്ങൾ എന്നെ എടുത്തോളൂ എന്ന്. അപ്പൊ ഞാൻ ഇട്ടു. അപ്പൊ ഇതാണ് കേട്ടോ കാണാ. അപ്പൊ തുടങ്ങാണ്. 4 എണ്ണം 500 രൂപ. പിന്നെ ഇതിൽ എന്താ പറയുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് ഡീലേഴ്സ് വഴി കിട്ടുന്ന സാധനമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളത് 4 എണ്ണം 500 രൂപക്ക് തരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ തന്നെ എൻ്റെ കണ്ണിന് മങ്ങ് കറക്റ്റ് നീക്കിക്ക. വെയിലിൻ്റെ കൊണ്ട് തോന്നുന്നു എൻ്റെ കാണില്ല ഒലിക്ക് പറയുന്നുണ്ട്. ഇപ്പൊ കാണില്ലേ? ഇപ്പൊ എൻ്റെ കണ്ണ് ശരിയായി. അപ്പോൾ 4 എണ്ണം 500 രൂപക്ക്. പിന്നെ ഇതിൽ തന്നെ 2 മീറ്ററിൻ്റെ ഉണ്ട്. പിന്നെ ഇതിൽ വില കുറഞ്ഞ ഒരു ഷാള് എനിക്ക് പ്രാവശ്യം ചെന്നപ്പോൾ കാണിച്ചു തന്നു. അത് നമുക്ക് തീരെ വലിയ വില ഇല്ല കേട്ടോ. 50-60 റുപ്യൊക്കെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ അത് 2 മീറ്റർ തികയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ ഇതിൽ ചിലതൊക്കെ ഓരോന്ന് നമുക്ക് വീതിയില്ലാത്ത കാണുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീതി ഇല്ല എന്നറിഞ്ഞാണ് നമ്മൾ എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടോ. 10-50 റുപ്യേൻ്റെ ഒക്കെ ഷാളുകൾ കാണിച്ചു. പക്ഷെ അത് എന്താ പറഞ്ഞാല് ഇത്ര വീതി വലുപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടോ നമ്മളോട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടില്ല. അപ്പൊ ഇതാക്കണോ. അപ്പൊ ഞാൻ ഇന്ന് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഷാളിന്റെ വീഡിയോ ഇട്ട് കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഷാളിന്റെ വീഡിയോ ഇടാനായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. കണ്ടില്ലേ, 4 എണ്ണം 500 രൂപയാണ്. അപ്പൊ കണ്ടില്ലേ, ഇതാണ് 3ാമത്തെ ഷാൾ കേട്ടോ. അപ്പൊ ഒരുപാടെണ്ണം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ മാത്രം ഉണ്ട്. അപ്പൊ ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാൻ തന്നെയാണ്. പിന്നെ കിട്ടിയവരും പറയുന്നുണ്ട് ഇനി വേണം. പക്ഷെ കിട്ടിയല്ലോ എന്താ വെച്ചാല് പിന്നെ ഓർഡർ ചെയ്യുമ്പോ കിട്ടണില്ല. പിന്നെ ചില താത്താര് പറയണു എന്റെ ഫോൺ മൊത്തം എന്റെ ഫോട്ടോ അടി, എന്നിട്ട് ഇതുവരെ എനിക്കൊരു ഷാള് പോലും തന്നിട്ടില്ല. ഞാൻ എന്താ ചെയ്യാ? എല്ലാവർക്കും തരാൻ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. കണ്ടല്ലേ, ഒന്ന് കൊണ്ടുവരുമ്പോ അതിലേറെ എന്താ വെച്ചാൽ വീഡിയോ കണ്ടാല് 81, 56, 87, 24, 54 നിങ്ങൾ മെസ്സേജ് അയക്കരുത്. അയച്ചാല് ഞാൻ തോന്നുമ്പോഴേ നോക്കുള്ളൂ. എന്നാൽ നമ്മളെ ഉണ്ണിമായ ഉണ്ടല്ലോ, ഇന്നലെ കുറെ ആൾക്കാർ എന്റെ ഫോണിൽ കുളിച്ചിട്ട് ഉണ്ണിമായെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉണ്ണിമായ അല്ല, ഞാൻ ഷഹീദയാണ്. ഉണ്ണിമായ വേറെ ഉണ്ട്. ഉണ്ണിമായ അവിടെ ഉണ്ടാകും കേട്ടോ. ഉണ്ണിമായ എനിക്ക് ഈ ഷാൾ എടുത്ത് വെക്കുവോ എന്ന് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ണിമായനോട് ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങള് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ഉണ്ണിമായ വലൈക്കും അസ്സലാം എന്ന് പറയില്ല. അപ്പോൾ ഓൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഓൾ മുണ്ടാതെ നിൽക്കും. കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ചിലർ അറിയ സലാം പറഞ്ഞാൽ എന്താ മടക്കിക്കൂടെന്ന്. അപ്പൊ സലാം ഞാനല്ല കേൾക്കണത്, നമ്മളെ 89 വരുമ്പോ. അപ്പൊ ഉണ്ണിമായക്ക് ഷാള് ഓർഡർ എടുക്കാൻ നല്ല ഇഷ്ടമാണ്. ഓൾ എന്നോട് പറയണേ, നിങ്ങൾ ഷാള് വീഡിയോ ഇട്ടിട്ട് പോയാൽ മതി, ഞാൻ ഇന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ണിമായ ഉണ്ടാവും. ഉണ്ണിമായ ഞായറാഴ്ച ലീവ് കഴിക്കാറ് കേട്ടോ. ഞായറാഴ്ച ലീവാണ്. ഞാനത് തിങ്കളാഴ്ച ഉണ്ണിമായക്ക് അപ്ലോഡ് ആക്കി കൊടുക്കുള്ളൂ അല്ലേ. അപ്പൊ ഉണ്ണിമായ ഞായറാഴ്ച ലീവാണ്. പിന്നെ തിങ്കളാഴ്ച വരുള്ളൂ കേട്ടോ. അപ്പൊ തിങ്കളാഴ്ച ഓള് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ആക്കി തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, 81, 56, 87, 24 വിളിക്കരുത്. നിങ്ങൾ ഉണ്ണിമായന്റെ നമ്പർക്ക് നിങ്ങൾ വിളിക്കരുത്. കാരണം ആ നമ്പർക്ക് വിളിച്ചാലും എനിക്ക് അവിടെ കോള് വരും. അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, മെസ്സേജ് ഇങ്ങനെ ഉണ്ണിമായ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഉണ്ണിമായ എന്ത് ചെയ്യും നോക്കും വേഗം. അപ്പൊ ഞാന് ഇങ്ങനെ താത്ത റിപ്ലൈ തന്നില്ല പറയരുത് കേട്ടോ. ഇത് കംപ്ലൈന്റ് ഉള്ള സാധനമാണ്. ഇത് എന്താണ് അതൊക്കെ ഒരു കീസിക്ക് കെട്ടിച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, മഞ്ഞയിൽ തന്നെ നിങ്ങൾ എടുക്ക കടക്കാനാ കേട്ടോ. ആണോ? അപ്പൊ ഇതാക്കണോ. അപ്പൊ ഇങ്ങനത്തെ പാർസലൊക്കെ ചിലപ്പോ തിങ്കളാഴ്ച അയക്കും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച കേട്ടോ അയക്കുള്ളൂ. ഇതാ കണ്ടില്ലേ,
ഇത് ബ്ലാക്കിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ എനിക്കിത് മാറ്റാൻ പറ്റൂല. ഒരു ബ്ലാക്കിൽ കുറേ ആൾക്കാർ കുറേ ചോദിച്ചണം. ഓ ബ്ലാക്കിൽ പറയണ്ട മക്കളെ, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതുണ്ടോ, അതാണോ? ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പോയി വന്നതിന് ശേഷം സമാധാനപരമായിട്ട് വീഡിയോസ് ഇട്ട് തന്നാ പോരെ എന്നുള്ളത്. അപ്പൊ ഉണ്ണിമായ പറഞ്ഞു നമുക്കിത് ഒരു വീഡിയോ ഇട്ടിട്ട് പോവുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ശനിയാഴ്ച, ഇന്ന് വീഡിയോ ഇട്ടാല് നാളെ പറ്റൂലല്ലോ, നാളെ ലീവല്ലേ. അപ്പൊ നിങ്ങൾ ഗതിയിടും, ഞാനും ഗതിയിടും, കാരണം എൻ്റെ ഫോണൊക്കും വരും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് ഞാൻ പോകാം. എന്നിട്ട് തിങ്കളാഴ്ച മെസ്സേജ് ഇതൊക്കെ രസമുള്ളതാണ്, ഒന്നിനൊന്ന് മെച്ചം പറഞ്ഞ മാതിരി അങ്ങനെ എല്ലാതും ഉണ്ണിമായപ്പോൾ എനിക്ക് പറഞ്ഞു തരും ഇത് ഏതിട്ട രസമുണ്ട് ഏതിട്ട രസമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ എടുക്കലില്ല. മറ്റേത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ണിമായ ചിരിച്ചു പോണു. ആ ഉണ്ണിമായ ഞാൻ ഇട്ട് നോക്കുമ്പോൾ പറയണം അത് രസമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാ, ഇതൊക്കെ ഇങ്ങക്ക് തരികയാണ്. അല്ല രസമുണ്ട് പറയും. ഞങ്ങൾ ഉണ്ണിമായ നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ കാണിച്ചു കണ്ടിട്ട് ഒരു ദിവസം ഒരു വീഡിയോയിൽ ഉണ്ണിമായ വരൂലേ, ഉണ്ണിമായ വരും. ഇനി എനിക്ക് 56 സൈസ് മാക്സി ഒക്കെ ഇടാൻ ഉണ്ണിമായ ഉണ്ട് ഇവിടെ. മറ്റേത് ഇപ്പൊ ജംബോ മാത്രം ഇടാനേ നമ്മുടെ ആളുണ്ടായിരുന്നുള്ളൂ. ഇതാട്ടോ എല്ലാ കളറും കാണിച്ചു തരുന്നുണ്ട്. നമ്മള് ഫ്രോക്ക് മാക്സി വീഡിയോ ചെയ്തപ്പോ ഞങ്ങൾ നോക്കിട്ടോ, അപ്പൊ എനിക്ക് മാച്ചായ ഓരോ കളർ ഷാളുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കാരണം ഓൾറെഡി ഫ്രോക്ക് മാക്സി ഫുള്ള് പ്രിന്റിലല്ലേ വരുന്നത്. അപ്പൊ പ്ലെയിൻ എന്താ പറയാ പ്ലെയിൻ ഷാളും ആണ് അയക്ക്. അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് എന്ത് ചെയ്തു, ഇതിത്തെ ഓരോ പ്രിന്റ് മാച്ച് ആക്കി ഇട്ട് നോക്കുമ്പോ എല്ലാവർക്കും അയക്ക് ഷാള് വേണം. എല്ലാരും ഈ ഷാളുണ്ടോ ഈ ഷാളുണ്ടോ കണ്ടില്ലേ. അങ്ങോട്ട് നോക്കി, ഇതൊന്നും വെറൈറ്റി വരാത്ത ഷാളുകളാണ്. എല്ലാം ഞാനേ കുറേ ദിവസമായിട്ട് ഞാൻ വീട്ടിൽ നിൽക്കലില്ല. ഞാൻ ഇന്നലെ മാക്സി ഒക്കെ ഇട്ടപ്പോ ഇല്ല, ഇവിടെ ഒക്കെ ലൂസ് അയക്കുക. അപ്പൊ ഈ ഒരാഴ്ച ആയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് ശീല ആയിട്ട് എക്സസൈസ് ആണ് മക്കളെ. കണ്ടില്ലേ ഇതാട്ടോ, കണ്ടില്ലേ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഇട്ട നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, നമുക്ക് പറഞ്ഞില്ലേ പർദ്ദക്ക് ചുരിദാർക്ക് ഇനി പെരിയിൽ തന്നെ ഒരു മാക്സി കീറ മാക്സി ആണെങ്കിലോ ഇങ്ങനെ ഒരു ഷാള് ഇതൊക്കെ നല്ല രസമുണ്ട്. കണ്ടില്ലേ ഇത് ഇങ്ങനെ ഇട്ട് നിന്നാല് ആരാപ്പ അറിയണ. കണ്ടില്ലേ ബ്ലാക്ക്. ഇപ്പൊ ഇത് ഞാൻ പാത്തച്ച് പോണ്ടി വരുവോ, ഈ കറുപ്പ് ഞാൻ പാത്തച്ച് പോണ്ടി വരുവോ വെച്ച ഇതടോ. കുറെ ആൾക്കാർ ചോദിക്കും ഞാൻ ഇടുന്ന ഷാളുകളില്ലേ അത് തരുമോ അത് തരുമോ അത് തരുമോ എന്നുള്ളത്. ഞാന് ഒരു റോസ് കളർ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ട റോസ് കളറ് ഷാള് ഞാൻ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ ഇട്ട സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്തു, ഡമ്മിമ്മ കൊളത്തിട്ടിരുന്നു. എല്ലാരും വരും ആ ഡമ്മിമ്മക്ക് ആ ഷാള് ഇല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് ഇട്ടതാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് സാരില്ല, ഇട്ട് വെച്ചിട്ട് സാരില്ല. ഞാൻ പറഞ്ഞു ഞാനത് ഇട്ടതാണ്. അപ്പൊ കുഴപ്പമില്ല അറിയും. പിന്നെ നമ്മക്ക് കുഴപ്പമില്ലേ, കാരണം എന്താ വെച്ചാൽ 3-4 പ്രാവശ്യം ഇട്ടിട്ടും ഒറ്റ തിരുമ്പിയിട്ടുണ്ടായിരുന്നുള്ളൂ. തിരുമ്പിക്കാണ്ട് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചതായിരുന്നു. പിന്നെ 2-3 ദിവസം ഞാൻ ആ ഷാൾ ഇട്ടിക്കണം. എന്നിട്ടും ആൾക്കാർ എന്നോട് വെച്ചാൽ ആ ഷാള് വേണം കേട്ടോ. ഇത് ഇത്രല്ല കേട്ടോ വീതി, ഇത് ഇങ്ങനെ വീതി ഉണ്ട്. ഏത് സ്കൂൾ ടാലന്റ് പൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാരും ഇനി തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഷാളിന് അങ്ങനെ ഓർഡർ വരുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഒക്കെ വിരുന്ന് പോയിട്ടുണ്ടാകും. ഇനി 10 ദിവസം കഴിഞ്ഞിട്ടേ കറ ആൾക്കാർ വരിക.
ഇതാണ്. അതാ ഉണ്ണിമായ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളെല്ലാരും വിരുന്നോ ഇവിടുന്നേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ വരുമെന്ന്. ഇതാട്ടോ കണ്ടില്ലേ? ഇങ്ങോട്ടേക്ക് ഇത് പറയിച്ചേട്ടോ കേട്ടോ. ഹവ്വ പഠിച്ചോനെ, ഈ ഒരു കറുപ്പ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഉണ്ണിമായ എന്നോട് പറഞ്ഞു എല്ലാ കറുപ്പും കൂടി നിങ്ങൾ എടുക്കണ്ട, ഇത് നിങ്ങൾക്ക് കൊടുത്തറിയുന്നു കേട്ടോ. അപ്പൊ കളില്ലേ കറുപ്പ് ഇത് നല്ല രസമുണ്ട്. ഞാൻ കഴിഞ്ഞ വരവിൽ ഞാൻ എടുക്കണം വിചാരിച്ച് വെച്ചതായിരുന്നു. ആ കംപ്ലൈന്റ് ഉള്ള മാറ്റി വെച്ചില്ലേ? ഇത് കംപ്ലൈന്റ് ഇല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ സൂപ്പർ പ്രൊഡക്റ്റാണ്, സൂപ്പർ ഷാളാണ്. കണ്ടില്ലേ? ഇതൊക്കെ നമ്മ മയിൽപ്പീലിയൊക്കെ ഉണ്ട് കേട്ടോ. മയിൽപ്പീലിയൊക്കെ ഉണ്ട്. ഇതാകും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷാൾ. ഇത് അടുത്തതായിരുന്നു ഒരു ഡ്രസ്സൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് അപ്പം അതിനെക്കാട്ടിലും അതുക്കും മാച്ചായ ഒരു ഷാൾ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കുറേ മേലേക്ക് ആക്കിയിട്ട് കാര്യമില്ലല്ലേ. ഇതാണ് കണ്ടില്ലേ ഇങ്ങോട്ടേക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഷാൾ നിങ്ങൾക്ക് തരാൻ വിചാരിച്ചു. അപ്പം എനിക്കൊരു മാച്ചാക്കിയിട്ട് ഷാൾ അങ്ങോട്ട് കിട്ടി. ഇപ്പൊ ഇച്ചമാര് ഇതഞ്ഞി കൊടുക്കാണ്ടാകുമോന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഇതാട്ടോ ആരെ സ്പ്രേ അടിച്ചു. അവിടെ ഇരിക്കണ നേരെ ശാലു ഇതൊന്നും എടുത്തൊന്നൂടെ? ഓക്കെ, ഇതിൽ കുഴഞ്ഞതുണ്ട് കേട്ടോ. ഇത് വേറെ ഷാളല്ലേ? ഇതൊക്കെ നോക്കി മക്കളെ. ഇത് ഞാൻ കണ്ടില്ല. ഇല്ല ഇത് രസമുണ്ടല്ലേ? നിങ്ങൾ പ്രത്യേകം ചോദിച്ചോളും ഉണ്ടോ എന്നുള്ളത്. ഞാൻ അത് ഇങ്ങോട്ട് വെക്കുന്നുണ്ട് അല്ലേ? ചാലുവാ ഇതൊന്ന് കുറച്ചും കൂടി മേലേക്ക് കയറ്റിട്ടാ കണ്ടില്ലേ കേട്ടോ. അരമണിക്കൂർ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാ 13 മിനിറ്റ്. എനിക്ക് അവിടെ പോയാലും എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ളതല്ലേ. ഞാൻ പോവാ മക്കളെ. ഞാൻ വരെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. ഞാൻ കുറെ കാലമായി പോവാ അറിയുമ്പോ നിങ്ങളൊക്കെ പോണ്ട അറിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കുറേ മാക്സി ചാനലുകൾ ഇഷ്ടംമാതിരി കിട്ടിയില്ലേ. ഇനിയിപ്പോ ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. മറ്റേതൊക്കെ ഞങ്ങൾ പറയുമ്പോ ഞങ്ങൾക്ക് ഇവിടുന്ന നല്ല മാക്സി ഇട്ടാ, ഞങ്ങൾക്ക് ഇവിടുന്ന നമ്മളെ പഴയ കസ്റ്റമറുകൾ കേട്ടോ. ഇപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ആണ്. അപ്പോൾ ഞാനാണ് പോവാണ്. ഇങ്ങനെ പറഞ്ഞാണ് പോയിട്ട് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്താ കാട്ടുക? എൻ്റെ കട നല്ല നോക്കണം കേട്ടോ ഉണ്ണിമായെ. ഓ ചോപ്പ് രസല്ലേ? അപ്പൊ ഇത് നമ്മൾ കണ്ടില്ല. ഇതൊക്കെ പേരായിന്ന് വലിച്ചിട്ടതാ കണ്ടില്ലേ? ചോപ്പ് നല്ല രസമുണ്ട്. ഉണ്ടോ ചോപ്പ്? ഇത് നിങ്ങൾ പ്രത്യേകം ചോദിച്ചു നോക്കണം കേട്ടോ ഉണ്ടോ എന്നുള്ളത്. കണ്ടില്ലേ? പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ ഈ ഷാളൊക്കെ ഇട്ട് നിൽക്കണ സ്ക്രീൻഷോട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു തരുമ്പോഴേ ഇതൊക്കെ ഇട്ട ഫോട്ടോ എൻ്റെ അടുത്തുണ്ടാകും.
അതാണ് വലിയ ഒരു താത്ത പറയണ കേട്ടണ കണ്ടപ്പോ വല്ലാത്ത സങ്കടം. സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ ഫോണ് ഞാൻ ഉണ്ണിമയ്ക്ക ഇത് കേൾപ്പിച്ചെന്നില്ലേ, ഫുള്ള് നിങ്ങളെ ഫോട്ടോ ആണ്. നാളെ ഇതേമാതിരി കടയിലൊരു താത്ത വന്നപ്പോ ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ, ഇതേമാതിരി കാണിച്ചു തന്നു. ഇല്ല അന്ന് ശാലുണ്ടായിരുന്നോ? അതിന്റെ ഫോണില് ഫുള്ളിന്റെ ഫോട്ടോ. എന്താണോ ഇതും നല്ല രസമുണ്ട് കേട്ടോ. ഇതും നമ്മൾ കണ്ടില്ലല്ലോ. ഇന്ന് വേറെ ഷാള് തെരയണ തിരക്കിലതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആയിരിക്കും. റെഡ് അല്ലേ? ഉണ്ണിമായ എന്നാലും പറയണേ, ഞാൻ ഷാളിടാത്തോണ്ട് കഴിച്ചിലായില്ല എന്നുണ്ടെങ്കിൽ ഓളും കൂടി ഇതൊന്ന് ഓൾക്ക് പറ്റിയതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലേ. ഇതൊക്കെ സൂപ്പറാണ്. ഇത് ഞാൻ അവിടെ എടുത്ത് വെച്ചത് നിങ്ങൾ തള്ളിയിട്ടതൊന്നല്ലല്ലോ. ഇതോ ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചിരുന്നില്ല, ഇത് രസമുണ്ട് പറഞ്ഞിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ചോദിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു ഇജ്ജ് രസമില്ലാത്തൊക്കെ ഞങ്ങൾക്ക് തന്നിട്ട് രസമുള്ളതൊക്കെ ഇജ്ജ് എടുക്കണം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത് ഇതാട്ടോ. ഇതൊക്കെ ഞാൻ തന്നെ എടുത്തിരുന്നു, പക്ഷെ എൻ്റെ പെരിയിൽ വെക്കാൻ സ്ഥലമില്ല. ഇത് ആ കളറല്ല കേട്ടോ, ഈ കളറ് വേറെയാണ്. ഇത് വാങ്ങിച്ചവർക്ക് കിട്ടിയവർക്ക് അറിയാം ഇത് എങ്ങനത്തെ കളറാണ്. ഇത് അങ്ങനത്തെ കളറാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോസിൽ വേറെ കളറാണ് വരുന്നത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും കൂടി ഉദിച്ചൊരു കളറാണ് വരുന്നത്. ആ മയിൽപ്പീലിൻ്റെ പീലുണ്ടല്ലോ, ഇത് മതിയില്ലേ? ഇനിയിടണോ? നമുക്ക് ആ റൂം കിട്ടുകയാണെങ്കിലേ അതിന് ഒരു കമ്പി അടിച്ചു കണ്ട് തൂക്കേണ്ടി വരും. ഇത് ഓർഡർ എടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഒരു പീസ് 140 റുപ്യ ഇതിന്. ഇതും സ്റ്റിക്കർ നല്ല കേട്ടോ, എണ്ണിയത് ഈക്കറ എണ്ണം. കണ്ടില്ലേ? ഹോ കഴിഞ്ഞി. അപ്പൊ ഇത് 4 എണ്ണം 500 റുപ്യാണ് കേട്ടോ. 4 എണ്ണാണ് 500 റുപ്യ. നിങ്ങൾ പേടിച്ചിണ്ട, ആ കളറിൽ തന്നെ നിങ്ങൾക്ക് വേറെ മോഡൽ വന്നിക്കണു. വേറെ മോഡൽ കേട്ടോ. ഓ ഇതൊരു പാർട്ടി വെയർ ലുക്കില്ലേ? ഇല്ലേ? അത് ചോദിച്ചു തന്നെ വാങ്ങിക്കോളൂ. പൊണ്ണിമായക്കെന്നെ മനസ്സിലായി. അതിനെക്കാട്ടിലും ലുക്ക് എൻ്റെ കണ്ണിന് എന്തോ പ്രശ്നം പറ്റിയാണ് കേട്ടോ. കണ്ണ് ഇത് രസമുണ്ടല്ലേ? ഇല്ലേ? ഇത് രസമുണ്ട് കാരണം എല്ലാതും രസമുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ രസമാണല്ലോ. കണ്ണിന് ഓരോരോ കാഴ്ച എന്താ ഞാൻ പറയില്ലേ, അതാണ് ഒക്കെ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം ഇത് അതിലേറെ രസമുണ്ട്, ഇതൊരു രസമുണ്ട്. രസമില്ല. ഞാൻ കുളിച്ചാതെ വരുന്നതൊക്കെ നല്ല രസം തന്നെ കാണാൻ. ഉണ്ടാക്കണം എൻ്റെ മകന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. എനിക്ക് ഇത് കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന് അവിടെ ഉള്ളത് ഒക്കെ കഴിച്ചു കാണ്ട് ബാഗ് റെഡി ആയിട്ടില്ലെങ്കിൽ
ബാഗ് ഇന്ന് 4 അല്ല ഫോണിന്റെ 6 മണിന്റെ മുന്നേ ബാഗ് റെഡി ആയിട്ടില്ല. സോഫ്റ്റ് ഷാള് കേക്കുണ്ടാവും 6 മണിന്റെ അല്ല 6 മണിന്റെ മുന്നേ ബാഗ് ഇവിടെ റെഡി ആയിട്ടില്ലെന്നുണ്ടെങ്കില് അന്നെ കൊണ്ടുപോകണ്ടല്ലേ. അപ്പൊ അതില് അവിടെ ചെല്ലുമ്പോ ഉണ്ടാകും ഒരു പാന്റും ഉണ്ടാകും ഒരു ടീഷർട്ടും ഉണ്ടാവും. എന്നിട്ട് മറ്റന്നാ കുളിച്ച് മാറ്റാൻ ചോദിക്കുമ്പോ കൊണ്ടുപോകണ്ടല്ലേ, ഞാൻ ഗേറ്റ് തുറന്നേരം അവിടെ ഉണ്ടാവുമല്ലോ. അതിനുള്ള തന്റെ എനിക്കില്ലടാ. ഒറ്റക്ക് പോകും കാര്യം ശരിയാ, പോകാൻ പൈസ എന്റെ അടുത്തില്ലല്ലോ. അത് ഞാൻ പറഞ്ഞത്, അതിനെ ഞാൻ പറഞ്ഞത്. പൈസ ഹലോ ഗൂഗിൾ പേ ബസ്സിന്റെ സ്കാനറോട്ട് ഗൂഗിൾ പേ. ഓനെ ഞാൻ എവിടേക്കും ഓനെ ഞാൻ കൊണ്ടാക്കാതെ പോയാലും ഓനെ എന്റെ ഫോണിൽ എന്തോ ഒരു സാധനം കയറ്റി വെച്ചേക്കണം. എന്നിട്ട് ഞാൻ ഏത് കൂടെയൊക്കെയാണ് പോണത് എന്നുള്ളത് ഓൻ ആ ഫോണിൽ ഓന്റെ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് ഓനെ കണ്ടുപിടിച്ചു. അതാണ് ഓന്റെ പണി. ഞാൻ എവിടെ കേറി എവിടെ ഇറങ്ങി ഏത് ഇതിലാണ് നിന്ന് ഒക്കെ ഓന് GPS ഓണാക്കി ഓൻ കണ്ണെ നോക്കും. അപ്പൊ നിങ്ങള് വിചാരിച്ചു ഇനിയിപ്പോ ഇന്നെ സംശയമായതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, ഞാന് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഇവിടേക്ക് തിരുപ്പൂർക്കൊക്കെ സാധനമൊക്കെ എടുക്കാൻ പോകുമ്പോ ഞാൻ വഴി തെറ്റിപ്പോകും. അപ്പൊ ശാലു ഞാൻ എവിടോ പെട്ടുക്കണോ, ഇവിടുന്ന് പുറത്തെടുക്കാൻ ഞാൻ എന്താ കാട്ടാന്ന് വെച്ചു. ഓനെ ഗൂഗിൾ മാപ്പിൽ ഓനെ നോക്കുവല്ലോ. ഞാൻ പേടിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് ഷഹീദ് പറയില്ല. പക്ഷെ ഞാൻ പറയും എടാ ഞാൻ ദൂരെ പോയിട്ട് ആ കട കണ്ടില്ല, അപ്പൊ ആ കട എങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരുമോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ അങ്ങനെയൊക്കെ പറയലുണ്ട്. ഓനോട് ഞാൻ നാളെ ബാംഗ്ലൂർ പോയി. അപ്പോൾ എനിക്കുള്ളല്ലോ ബസ് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയും നോക്കാൻ പറ്റില്ല ഇങ്ങനെയും നോക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഞാൻ ബസ്സിൽ കടന്നിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ എവിടെ എത്തി വെച്ചു. അപ്പോൾ അന്ന് ബസ് വരാൻ നേരം വൈകി ഞാൻ രാമനാട്ടുകാരെ എത്തിയിട്ടുള്ളൂ. അപ്പം ഇനി ഞാൻ നീച്ചിക്കാണ്ട് ഇങ്ങനെ നോക്കിയ കണക്ക് പെരും തലവേദന. അതിൽ ഞാൻ പറഞ്ഞു ഞാനെടാ എവിടെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. 2 മിനിറ്റ് ഇട്ട് പറഞ്ഞു പറഞ്ഞു നിങ്ങളേ രാമനാട്ടുകര എന്താണ് ഫ്ലൈ ഓവറിൻ്റെ താഴെ ഉണ്ടല്ലോ പറഞ്ഞു. അപ്പം ഞാൻ നീച്ച് നോക്കുമ്പോൾ അവിടെ പാലം കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി അവനോട് ചോദിച്ചാൽ മതി. അപ്പം ഞാനന്ന് ബാംഗ്ലൂരിൽ പോയിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോണൊരു കട ഉണ്ട്. അപ്പം എനിക്കത് മനസ്സിലായില്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചാലോ ഞാൻ ഇന്ന സ്ഥലത്താ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലേ പോണത് എന്നുള്ളത്. അപ്പോൾ ഓന് പറഞ്ഞുതരും. പിന്നെ അതേമാതിരി ഞാൻ എപ്പോഴും ഇത് ഫോണിൽ കയറ്റാൻ കാരണം എന്താണെന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ പർച്ചേസിന് പോണ കടയിലൊക്കെ ഞാൻ ഫോണ് മറന്നു വെക്കും. അതുകൊണ്ടാട്ടോ, അല്ലാതെ ഇന്ന ഡൗട്ട് ഉണ്ടായതുകൊണ്ടോ. ഇന്ന ഡൗട്ട് ഉണ്ടോ എനിക്ക്? അപ്പൊ ഇനി അത് വേണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പോണ കടയിലൊക്കെ ഫോണ് മറന്നു വെച്ച് കാണും. ഞാനായിട്ട് ഞാനിപ്പോ ചാടി പോയാലോ വിചാരിച്ചോന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കില് അതല്ല, ഞാൻ ഏത് കടയിൽ പോയാലും ഫോൺ അവിടെ വെച്ചുകാണ്ട് പോരും. അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ നോക്കണ അവിടെ ഫോൺ വെക്കും. പിന്നെ ഫോൺ എടുക്കാൻ മറക്കും. പിന്നെ ഫോണ് തെരഞ്ഞാൽ കാണൂല. അപ്പൊ ഓലൊക്കെ ഇത് നോക്കുമ്പോ ഇന്ന കടയിലുണ്ടാകും. പിന്നെ ഞങ്ങള് ആ കടയ്ക്ക് ഓനെ ഗൂഗിൾ കൂടി അടിക്കും. അപ്പൊ ആ ഫോണ് എന്റെ ഫോണ് സൈലന്റ് വയ്ക്കാറല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും, മെയിനായിട്ട് എന്റെ ഫോണ് എവിടെയെന്നുള്ളതാണ് മെയിൻ പ്രശ്നം വരിക. ഞാൻ അധികം ഷോപ്പിൽ ഞാൻ മറന്നു വെക്കും. നാള് കോഴിക്കോട് മുട്ടായി തെരുവിൽ ഒരു കടയിൽ മറന്നു വെച്ചു എന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ കോഴിക്കോട് നിന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഫോൺ കാണാനില്ല കേട്ടോ. ഫോൺ കാണാനില്ല. കുറേ ഞാൻ പറഞ്ഞു എടാ മുട്ടായി തെരുവിൽ പോയപ്പോൾ അവിടെ ഏതോ ഒരു കടയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം പറഞ്ഞു ഒറ്റ മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാൻ. അപ്പം എന്നോട് പറഞ്ഞു ഫോണ് ബേബി ഹോസ്പിറ്റലിൻ്റെ അല്ലേ,
ബേബി ഹോസ്പിറ്റലിന്റെ അവിടെ ഉണ്ടല്ലോ, അവിടെയാണ്. ആ അവിടെ ഗോകുലമാളിന്റെ അവിടെയാണല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് തന്നെ ഇല്ല. പഠിച്ചോനാണ് സത്യം, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം പറഞ്ഞു ഇല്ല ഗോകുലമാളിലാണ് ഫോണ്, അവിടെയാണ് മാളിന്റെ. പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് അങ്ങനെ അപ്പൊ ആ ഫോണ് നടന്നു പോവുകയാണ്. നടന്നോ എങ്ങനെ പോവുണ്ട് മനസ്സിലായല്ലോ. അതില് ഫോണൊക്കെ അടിച്ചിട്ട് എത്ര ആയാലും എടുക്കണില്ല. അതില് പിന്നെ ഗൂഗിൾ കൂടെ അടിച്ചു. അപ്പൊ ആള് ഫോൺ എടുത്തു. അപ്പൊ ഫോൺ ഏത് സൈലന്റ് ആയ ഫോണും അങ്ങനെ അടിച്ചു കഴിഞ്ഞാല് അപ്പൊ വയലന്റ് ആകും, ഫോൺ വയലന്റ് ആകും. അപ്പൊ അയാള് ഫോണ് ഒരാണെടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഓട്ടോറിക്ഷന്റെ ബാക്കിൽ നിന്ന് പഠിച്ചപ്പോൾ എടുത്തതാണ്. അപ്പൊ ഞങ്ങളെ സ്റ്റാൻഡിൽ നിങ്ങൾ ഇറക്കി തന്നില്ല ഓലാണ് എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു താത്ത എൻ്റെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങൾ ഷാള് കാണുന്നുണ്ടല്ലേ, എൻ്റെ കയ്യിലുണ്ട് ഫോണ്, ഞാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്ക് 30 രൂപ ചിലവാകും. അപ്പം ഞാൻ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആ ട്രിപ്പും കൊണ്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് വരാം. അപ്പോൾ എന്ത് ചെയ്തോളി, അപ്പം എന്താണ് ഫോണ് തന്നാൽ പോരെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ ട്രിപ്പ് ഇല്ലെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമല്ലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഫോണിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങൾ വന്നോളി, ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കോളാം, ആ ഓട്ടോറിക്ഷ ചാർജ് എത്ര വെച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം നല്ല ആളായതുകൊണ്ട് അത് തരുകയും ചെയ്തു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഓനെ അത് അങ്ങനെ ചെയ്യണത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യണോണ്ട് എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോണ് ഞാൻ എവിടെ മറന്ന് ഏത് കടയിലാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വെച്ച് പോരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പൈസ കൊടുത്തല്ലോടാ. ബാക്കി ഇതൊക്കെ ഇത് നല്ല റിസ്ക് ഉണ്ട് കേട്ടോ. ചെറിയ അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ എന്ത് ചെയ്യണത് നോക്കണത്. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ച് ഞാനത് പറയണോണ്ട്. അപ്പം ഞാൻ ഇവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഞാൻ അവിടെയാണെങ്കിലും ഓന് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഏത് കടയിലാണ് ഫോണ് മറന്നു വെക്കണതെന്നുള്ളത് വെച്ച് പോരുന്നതെന്നുള്ളത്. ബാംഗ്ലൂരിൽ ഒരുപാട് സ്ഥലത്ത് അപ്പം ഒരുപാട് സ്ഥലത്ത് വെച്ചാൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എവിടെയും ഫോണ് നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടായതുകൊണ്ട് അതന്നെ ഉണ്ടായതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഇനി അപ്പൊ ഞങ്ങൾ ഇന്ന് പോകും. ഞങ്ങള് വിരുന്ന് പോവാണ് ഉമ്മാൻ്റെ അടിക്ക് വിരുന്ന് പോവാണ്. ഉണ്ണിമായി ഇന്ന് വിരുന്ന് പോവാണ്. അപ്പൊ നാളെ ഉണ്ണിമായി ഇന്നലെ പോയിക്കണോ എന്താടാ. ഇത്ര മതി. ഇനിയുള്ളത് ഞാൻ പോയി വന്നിട്ട് ഉണ്ടാകുമോ ഇല്ലേറെ 4-5 കൂടി ഉള്ളൂ. അത് പിന്നെ ഫോട്ടോ അയച്ചു അല്ല ഇനിയിപ്പോൾ അതും കൂടി കാണിച്ചു തരാം. കുമ്പിടാൻ വയ്ക്കൂല മക്കളെ. അപ്പം ഞാൻ ചൊവ്വാഴ്ച ബുധനാഴ്ച വരുമ്പോഴത്തേന് നിങ്ങൾ ഷാളൊക്കെ വീഡിയോസ് എടുത്ത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇതാക്കിക്കോളിയും. പിന്നെ ഓഫറിൽ ഏത് മാക്സിമം ആണെന്നുണ്ടെങ്കിലും ചോദിച്ചോളി. കേട്ടോ അവസാനമായപ്പോൾ എനർജിക്ക് കമ്മിയുണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളേക്ക് ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നല്ല രസമുള്ള സാധനമാണ്. ഇവിടെ ചെറിയൊരു വരണ്ട്. അപ്പോൾ അതങ്ങോട്ട് പോട്ടെ. പിന്നെ കണ്ടില്ലേ പണ്ട് ഇങ്ങനത്തെ ഒരു സാരിയൊക്കെ ഉണ്ടായിരുന്നു. എന്നും നിനക്കായി എന്ന് പറഞ്ഞിട്ടൊരു പാടാന്ന് പാട്ടിൻ്റെ ഇതിലൊരു അതിന് ഇങ്ങനത്തെ സാരി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ സാരി എടുത്തിട്ട് ഞാൻ ചുരിദാർ അടിച്ചു. കണ്ടില്ലേ ഇതിനും ഇതോട്ടോ കാണുന്നുണ്ടോ ഒരോട്ട. അപ്പോൾ ഇതും നിൽക്കുള്ളതല്ല. ചിലർ നാളെ ഡാമേജുള്ള ഷാള് തരുമോ ചോദിച്ചിക്കാണ്ട് വിളിച്ചിരുന്നു. അത് ഞാൻ കാണിച്ചല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി വരാം ഇൻഷാ അള്ളാ.
എല്ലാവരോടും അസ്സലാം വലൈക്കും. അപ്പോൾ ഞാനുണ്ടാവില്ല. അപ്പോൾ 81 86 87 24 54ക്ക് എന്ത് ചെയ്യണ്ട, നിങ്ങൾ കോള് ചെയ്യണ്ട. 89 210 89 804 എന്നുള്ള നമ്പർക്ക് മെസ്സേജ് മാത്രം അയച്ചാൽ മതി. പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ കോള് വിളിച്ചാലും അതിൻ്റെ ഫോണിക്ക് വരും. അപ്പം നമ്മൾ ഒരാവശ്യത്തിന് പോകുമ്പോൾ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോണിൽ എടാ പവർ ബാങ്കിൽ ചാർജ് ചെയ്തിക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ഫോണിൽ ചാർജും കഴിയും. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പറയണത്. ഇനി ഓൾക്ക് ജാടയാണ്, ഓൾക്ക് അതാണ്, ഓൾക്ക് ഇതാണ് പറയണ്ട. കാരണം നമുക്ക് ദൂരയാത്ര പോകുമ്പോൾ അറിയാലോ, നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാകുമ്പോൾ ഫോണിൽ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, നല്ല പാട്ട് വരുന്നുണ്ട്.